സർ നമസ്കാരം. നമസ്കാരം. ഞങ്ങള് തുഷാരം ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അതെ. അപ്പം മുജുകുന്ന് കോട്ടാക്ഷേത്രത്തിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ കേട്ടറിവിലാണ് ഞങ്ങൾ ഇവിടെ കുടുംബസമേതം എത്തിയത്. അതെ. അപ്പോൾ എത്തിയപ്പം പറഞ്ഞു കേട്ടതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് തോന്നി. കുളം സന്ദർശിച്ചു. വളരെ നല്ല ഒരു എന്താ പറയാ, അത്രയും ഒരു ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് കാണാൻ കഴിയുന്നത്. സർ, സാറിന്റെ പേരെന്താ സർ? എന്റെ പേര് മധു. മധു. ഇവിടുത്തെ ജീവനക്കാരനാണോ? ഞാൻ ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ്, പാരമ്പര്യ ട്രസ്റ്റിയാണ്. ഓ, വെരി ഗുഡ്. അപ്പോ ഇതിന്റെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും. ഇത് ഒത്തിരി പഴക്കമുള്ള ഒരു അമ്പലമാണോ? ഇതിന്റെ പഴക്കം എന്ന് പറഞ്ഞാല് ഇതിന്റെ ഐതിഹ്യത്തിലൊക്കെ പറയുന്നത് ദ്വാപരയുഗ അവസാന കാലത്ത് ഇതൊരു കൊടും വനമായിരുന്നു. വനത്തിന്റെ ഉൾപ്രദേശമായിരുന്നു അത്രേ. അതെ. അവിടെ ഒരു രാജർഷി വന്ന് തപസ് ചെയ്തു നിന്നു. അങ്ങനെ ശിവൻ കൈലാസ തുല്യമായി പ്രത്യക്ഷപ്പെടുന്ന ഇവിടുത്തെ ഇത് സ്വയംഭൂ ക്ഷേത്രമാണ്. അവിടെ ശിവൻ, പാർവതി, അതേപോലെ ഗണപതി, സുബ്രഹ്മണ്യൻ, പിന്നെ ആദിത്യൻ, അങ്ങനെ 5 ശിലകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അത് കൈലാസ തുല്യമായി ആ രാജാവിന് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ആരാധിക്കാൻ വേണ്ടിയിട്ട് ശിലകളായി ഇവിടെ നിന്നു. പിന്നീട് പിൽക്കാലത്ത് ഇവിടെ കാട് വെട്ടാൻ വരുന്ന ആളുകൾ അതിൽ കത്തി അണച്ചിരുന്നു, ചോര പൊടിഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ ക്ഷേത്രം ഉണ്ടായത്. ഈ ശിലകളിൽ നിന്ന് കത്തി അണച്ചപ്പോൾ ചോര പൊടിഞ്ഞു. അങ്ങനെ അത് കണ്ട ശേഷമാണ് ഇവിടെ ഒരു ക്ഷേത്രം സങ്കല്പവും ആരാധനയൊക്കെ തുടങ്ങിയത്. ഇനി ഇപ്പൊ കാണുന്ന കുളം കന്മതിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 വർഷമായിട്ടുള്ളൂ. 200 വർഷമായിട്ട് അത് അതായത് അങ്ങനെ കെട്ടി പരിരക്ഷിച്ചിട്ട് കുളം. അതിന് മുമ്പ് ഈ ശ്രീകോവിലും ക്ഷേത്രമൊക്കെ ഉണ്ട്. പക്ഷെ ഈ കാണുന്ന കന്മതിൽ കുളം, ഈ ചുറ്റമ്പലം എന്നൊക്കെ ഉണ്ടാക്കിയത് ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെയാണ്. അപ്പൊ ഒത്തിരി ഭക്തന്മാര് ഡെയിലി എത്തിക്കൊണ്ടിരിക്കുന്നില്ല ഇവിടെ? എത്തിക്കൊണ്ടിരുന്നു. ഇവിടെ മുമ്പ് കാലത്ത് നാട്ടിലുള്ള ആളുകൾ മാത്രമൊക്കെ വരുന്ന ഒരു ക്ഷേത്രമൊക്കെ ആയിരുന്നു. പിന്നെ സർഗം സിനിമയിൽ ഈ കുളമൊക്കെ ഷൂട്ട് ചെയ്തല്ലോ, അതിനുശേഷം ഇതൊരു അറിയപ്പെടാൻ തുടങ്ങി. അതെ. ഇപ്പോ ഈ യൂട്യൂബും അതുപോലെ തന്നെയുള്ള ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ളതൊക്കെ വൈറലായതിനു ശേഷം ഒരുപാട് ആളുകൾ, വിദേശികളടക്കം ഇവിടെ എത്തിപ്പെടുന്നു. ഞങ്ങളും ഇപ്പോഴേ യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ടാണ് ഇങ്ങോട്ടുള്ള വഴി മനസ്സിലാക്കിയത്. അപ്പം അടിക്കുന്ന അത്രയും ഫേമസ് ആയിട്ടുണ്ടാവില്ല. കുളമാണ് ഇവിടുത്തെ പ്രത്യേക ആകർഷണം. ഒരുപാട് ആളുകൾ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പോയിരുന്നു. കല്യാണത്തിന്റെ ആളുകളും അതുപോലുള്ള ആളുകളെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഉത്സവം എങ്ങനെയാണ് സർ? ഉത്സവം കുംഭമാസം 25-ാം തീയതി തുടങ്ങി മീനം 1-ന് അവസാനിക്കുന്ന രീതിയിലാണ്. അത് മാർച്ച് മാസം, മാർച്ച് 9 മുതൽ 15 വരെയാണ് മിക്കവാറും വരിക. ഏകദേശം ഒരു 7 ദിവസം അല്ലേ? 7 ദിവസം. അപ്പൊ ആനയൊക്കെ ഉണ്ടാവുന്ന വലിയ ആനയൊക്കെ ഉണ്ടാവും. അടുത്ത പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഉത്സവത്തിന് പോലും പിന്നെ വൈകിട്ട് ഒരു 7 മണിയാകുമ്പോൾ കഴിയും. വൈകിട്ട് 7 മണിയാകുമ്പോൾ ഉത്സവം കഴിയും. ഇവിടെ സാധാരണ ദിവസങ്ങളിൽ രാവിലെ മാത്രമേ പൂജയുള്ളൂ, വൈകിട്ട് പൂജയില്ല. ഇല്ല. ദേവന്മാർ നേരിട്ട് വന്ന് പൂജ ചെയ്യുന്ന സങ്കല്പം. വൈകുന്നേരത്തെ പൂജ. ഉത്സവത്തിന് പോലും ഇവിടെ അങ്ങനെ വൈകിട്ട് പരിപാടികളൊന്നുമില്ല. ഇവിടുന്ന് എഴുന്നള്ളത്ത് പുറപ്പെട്ടിട്ട് ഇവിടുത്തെ പ്രതിഷ്ഠയൊക്കെ തൊട്ടപ്പുറത്ത് 2 കിലോമീറ്റർ അപ്പുറത്ത് കോവിലകം ക്ഷേത്രം എന്ന ക്ഷേത്രമുണ്ട്. അവിടെയാണ് ഈ ശിവ പ്രതിഷ്ഠയൊക്കെ ഉള്ളത്. അവിടെ പോയിട്ടാണ് ഉത്സവവും അതുപോലെ അതിന്റെ ചടങ്ങുകളും ആറാട്ടും ഒക്കെ അവിടെയാണ്. അത്രയും മനോഹരമായ കുളം അവിടെ ഉണ്ടായിട്ട് ഇവിടെ ആറാട്ടില്ല. ആറാട്ട് അവിടെയാണ്. അത് ശരി. അങ്ങനെയൊക്കെയാണ് അതിന്റെ. മാത്രമല്ല ഈ ഉത്സവ കാലത്ത് പോലെ ഇതിന്റെ ഉള്ളിൽ വൈദ്യുതി വിളക്കുകളൊന്നും ഉപയോഗിക്കില്ല. അമ്പലത്തിനകത്ത് യാതൊരു വൈദ്യുതി സംവിധാനമില്ല. ഇവിടെ പന്തം, കുത്തുവിളക്ക് അങ്ങനെയുള്ള അത് വലിയൊരു ഇതാണല്ലേ മറ്റുള്ള അമ്പലങ്ങളിലെ അപേക്ഷിച്ച് ഇവിടെ മാത്രമേ പ്രത്യേകത ഉള്ളൂ തോന്നുന്നു. പ്രത്യേകത. ഞാനും അത് തന്നെ ഒത്തിരി അമ്പലത്തിൽ പോയതിൽ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അത് ശരി. ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് ഇവിടുത്തെ ജീവജാലങ്ങൾക്കും അതിനൊന്നും ഒരു പരിക്ക് പറ്റാതെ സംരക്ഷിക്കാൻ ചുറ്റും വനപ്രദേശം പോലെ തോന്നിക്കുന്നുണ്ട്. വളരെ വരുന്ന ആളുകൾക്ക് ഒരു എനർജി എന്തായാലും അത് യാതൊരു സംശയം. കാടുണ്ട് ഇതിന്റെ ചുറ്റും. അതെ. ഞാൻ കുറെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് തോന്നി. ഒരു കൂൾ ഏരിയ അല്ലേ? അതെ. സ്വാഭാവികമാണ് തകരാറാണ്ട് ഇങ്ങനെ കൊണ്ടുനടക്കുന്നത്. അതെ. വളരെ നന്നായത്. ഈ വേനൽക്കാലത്തും ഏകദേശം ഈ കുളിർമയും കാര്യങ്ങളും അത് വളരെ ഒരു വലിയ പോസിറ്റീവ് കാര്യമാണ്. വരുന്ന ആളുകൾക്ക് സത്യത്തില് ഭക്തിയോടൊപ്പം തന്നെ മനം ഒരു കുളിർത്ത് പോകുന്നുണ്ട്. അതേപോലെ നല്ല വായു ആയിരിക്കും ഇവിടെ. നല്ല കാടല്ലേ, ശുദ്ധവായിരിക്കും. പിന്നെ റോഡിൽ നിന്ന് കുറച്ചകന്നിട്ടാണ് എന്തായാലും ഒരു തീർച്ചയായിട്ടും ആ ഒരു സ്വയംഭൂ പറഞ്ഞതുപോലെ തന്നെ വളരെ ആ ഒരു ഇത് ചൈതന്യം കാണുന്നുണ്ടല്ലേ? ഓക്കെ സർ, താങ്ക് യു. ഒരുപാട് താങ്ക്സ്. സന്തോഷം. ഓക്കെ സർ.